നമസ്കാരം. മരുഭൂമിയിലെ വിനോദമായ ഡെസേർട്ട് സഫാരിക്കിടയിൽ വാഹനം മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 2 പേർ മരിച്ചു. ആ വാർത്തയിലേക്ക്. അറബ് നാടുകളിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണമാണ് ഡെസേർട്ട് സഫാരി. ഇത് അതിസാഹസികമായ ഒരു വിനോദമാണ്. അതിനാൽ തന്നെ അതിൽ അപകടം പതിയിരിക്കുന്ന വഴികളും വളരെ കൂടുതലാണ്. ഒരു വർഷം 10 ലക്ഷം ഡെസേർട്ട് സഫാരി ആസ്വദിക്കുന്നവരിൽ 65% ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ് എന്നാണ് കണക്കുകൾ. നിരവധി അപകട മരണങ്ങൾ ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാർജയിൽ നിന്ന് പുറത്തു വരുന്നതും സമാനമായ ഒരു വാർത്ത തന്നെയാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ 2 യുവാക്കളാണ് ഇപ്പോൾ ഡെസേർട്ട് സഫാരിക്കിടെ മരണപ്പെട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ കിഴിശ്ശേരി കക്കൂത്ത് സ്വദേശി ഷഹാബ്, സൗദിയിൽ നിന്ന് ദുബായിലെത്തിയ മലപ്പുറത്തെ തേഞ്ഞിപ്പലം സ്വദേശി നസീം പുഴയ്ക്കൽ എന്നിവരാണ് ഇപ്പോൾ മരിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഷാർജയിൽ ദമാമിൽ വെച്ചായിരുന്നു അപകടം. ദുബായിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപനത്തിന്റെ പാർട്ണറാണ് ഷഹാബ്. സൗദിയിൽ റിയാദിൽ നിന്ന് സന്ദർശക വിസയിലെത്തിയ നസീമിനൊപ്പം ഡെസേർട്ട് സഫാരിക്ക് പോവുകയായിരുന്നു ഷഹാബ്. വാഹനം വാടകയ്ക്കെടുത്താണ് ഇവർ സഫാരിക്ക് പോയത്. വാഹനം ഓടിച്ചിരുന്ന ഹാറൂണിനും കൂട്ടുകാരൻ റീഗോ തോമസിനും അപകടത്തിൽ ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കക്കൂത്ത് സ്വദേശി ബീരാൻകുട്ടിയുടെയും ഫാത്തിമയുടെയും മകനാണ് ഷഹാബ്. ഫാത്തിമ നമ്രീനെയാണ് ഷഹാബിന്റെ ഭാര്യ. അതീവ ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങൾ. എന്തായാലും കുടുംബത്തിന്റെ അത്താണികളായ 2 പേരാണ് ഇപ്പോൾ ഡെസേർട്ട് സഫാരിക്കിടെ മരണപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.